കൊച്ചിയിൽ പങ്കാളിയായിരുന്ന യുവതിയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ യുവമോർച്ച നേതാവിനെ ബിജെപിയിൽ നിന്ന് പുറത്താക്കി. യുവമോർച്ച എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപു പരമശിവത്തിനെതിരെയാണ് നടപടി വന്നത്. ഇതിനിടെ ഗോപു പരമശിവം സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന ആരോപണവുമായി ബിജെപി ഓഫീസിലെ മുൻ ജീവനക്കാരിയും രംഗത്ത് വന്നു. ഇന്നലെയാണ് യുവമോർച്ച എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപു പരമശിവത്തിനെതിരെ യുവതി പരാതി നൽകിയത്. തുടർന്ന് മരട് പോലീസ് ഗോപു പരമശിവത്തെ അറസ്റ്റ് ചെയ്തു. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയായിരുന്നു അറസ്റ്റ്. പിന്നാലെയാണ് ഗോപുവിനെതിരെ ബിജെപി നടപടിയെടുത്തത്. ഇന്നലെ രാത്രി യുവമോർച്ചയിൽ നിന്നും ഇന്ന് രാവിലെ ബിജെപി അംഗത്വത്തിൽ നിന്നും പുറത്താക്കി. ബിജെപി സംസ്ഥാന പ്രസിഡന്റാണ് നടപടിയെടുത്തത്. ഇതിനിടെ ഗോപുവിനെതിരെ കൂടുതൽ പരാതികളും പുറത്തുവന്നു. കബളിപ്പിച്ച് പണം തട്ടിയെടുത്തു എന്നാണ് ബിജെപി കോൾ സെന്റർ മുൻ ജീവനക്കാരിയുടെ പരാതി. ബിജെപി ഓഫീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്നും യുവതി പറയുന്നു. പരാതി നൽകിയതിന് പിന്നാലെ തന്റെ ജോലി പോയെന്നും യുവതി ആരോപിച്ചു. ഗോപു പരമശിവം ഞങ്ങളുടെ ഒരു പേഴ്സണൽ കേസ് കോടതിയിൽ കൊടുക്കാമെന്നും പറഞ്ഞിട്ട് വക്കീലിനെ ഏർപ്പാട് ചെയ്ത് തന്നിട്ട് അതിൽ വക്കീൽ ഫീസാണെന്നും പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഒരു 9,000 രൂപയോളം മേടിച്ചിട്ടുണ്ട്. ഇവനെതിരെ ഞാൻ ഈ കംപ്ലൈന്റ് പറഞ്ഞത് കൊണ്ട് എന്റെ ജോലിയും കളഞ്ഞു. ജില്ലാ പ്രസിഡന്റ് തന്നെയാണ് എന്നെ ജോലിയെന്ന് പറഞ്ഞു വിട്ടത്. പലതവണയായി തന്റെ കയ്യിൽ നിന്നും വാങ്ങിയ പണം തിരികെ ചോദിച്ചപ്പോൾ മോശമായി സംസാരിച്ചെന്നും മുൻ ജീവനക്കാരി പറഞ്ഞു. വിഷയത്തിൽ ഗോപു പരമശിവത്തിനെതിരെ മരട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.